أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, തഖ്വയുള്ളവരായി യഥാർത്ഥ വിശ്വാസികളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അതിനായി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 41-ാം അധ്യായമായ സൂറത്തു ഫുസ്സിലത്തിലെ 33 ആയത്തുകളാണ് നാം ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുകയും തൗഹീദിലേക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വാലിഹുൽ അഅ്മാലുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതോടൊപ്പം തീർച്ചയായും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്ന മറ്റൊരാളുമില്ല എന്നാണ് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തിയത്. തൗഹീദിലേക്ക് ക്ഷണിക്കുക, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക, ആ ഇസ്ലാമിന് വേണ്ടി ദഅവത്ത് നടത്തുക, പ്രചാരം നടത്തുക. അതോടുകൂടെ മറ്റുള്ള ആളുകളെ ക്ഷണിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം, മാതൃകായോഗ്യനായിരിക്കണം. അത് ആ ഉപദേശിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരിക്കലും കപടതയും വഞ്ചനയും ഉണ്ടാകാൻ പാടില്ല. അതോടുകൂടെ ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ്, അത് പരസ്യമായി ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് ധൈര്യത്തോടുകൂടെ പ്രഖ്യാപിക്കാൻ കഴിയുകയും അതിൽ അഭിമാനം കൊള്ളാനും സാധ്യമാകണം. ആരുടെ മുമ്പിലും ഇസ്ലാമിനെയും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഷിആറുകളെയും പണയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ ധീരനായിരിക്കണം, ഭീരുവാകരുത് തുടങ്ങിയ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 33-ാമത്തെ ആയത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. 34-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തസ്തവിൽ ഹസനതു വലാ സയ്യിഅ ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ولا تستوي സമം ആവുകയില്ല, ഒരുപോലെയാവുകയില്ല എന്തും അൽ ഹസനത്തു നന്മയും വലസയ്യിഅ തിന്മയും. നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം, കളവ് പറയുന്നതും സത്യം പറയുന്നതും ഒരുപോലെയല്ല.
സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നതും കൊള്ളലാഭത്തിലൂടെ മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും കച്ചവടം ചെയ്യുന്നതും ഒരുപോലെയല്ല. നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും ഒരുപോലെയല്ല. കുടുംബബന്ധം പുലർത്തുന്നവനും പുലർത്താത്തവനും ഒരുപോലെയല്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനും ആരാധിക്കാത്തവനും ഒരുപോലെയല്ല. എല്ലാവർക്കും അറിയാം, വലാ തസ്തവി അൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല, ഒരുപോലെയാവുകയില്ല. ഇനി അള്ളാഹു പറയുന്നത് നോക്ക്, അതുകൊണ്ട് നീ തട്ടിമാറ്റണം, നീ തടുത്തു നിർത്തണം, ബില്ലത്തി ഒന്നുകൊണ്ട്, ഹിയ അഹ്സൻ അത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. ഏറ്റവും നല്ലത് കൊണ്ട്, ഏറ്റവും നല്ലതേതാണോ അതുകൊണ്ട് നീ തിന്മയെ തടുത്തുകൊള്ളുക. ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ തടുക്കണം. എന്നാൽ فإذا الذي بينك وبينه عداوة كأنه ولي حميم, അങ്ങനെ ഏറ്റവും നല്ലത് കൊണ്ട് നീ തിന്മയെ തടുക്കുന്നുവെങ്കിൽ فإذا الذي, എന്നാൽ ഒരുവൻ ബൈനക വബൈനഹു, നിന്റെയും അവന്റെയും ഇടയിലുണ്ട്, ബൈനക നിന്റെ ഇടയിലും, വബൈനഹു അവന്റെ ഇടയിലും ഉണ്ട്, അദാവത്തുൻ വല്ല ശത്രുതയും ഉണ്ട്, നിന്റെയും അവന്റെ ഇടയിലും വല്ല ശത്രുതയും ഉണ്ടെങ്കിൽ നീ തിന്മയെ നന്മ കൊണ്ടാണ് തടുക്കുന്നതെങ്കിൽ കഅന്നഹു വലിയുൻ, അവനൊരു ബന്ധുവിനെ പോലെയാകും, അവനൊരു ആത്മമിത്രത്തെ പോലെയാകും. എങ്ങനത്തെ മിത്രം, എങ്ങനത്തെ ബന്ധു? ഹമീമുൻ, ഏറ്റവും അടുത്ത, നിന്റെ ഏറ്റവും വലിയ ഉറ്റ ചങ്ങാതിയായി, നിന്റെ ഏറ്റവും അടുത്ത മിത്രമായി, ബന്ധുവായി അവൻ മാറും എന്നാണ് അള്ളാഹു പറയുന്നത്. എപ്പോ? തിന്മയെ തിന്മ കൊണ്ടല്ല തടയേണ്ടത്, നന്മ കൊണ്ട് തടയണം. എങ്കിൽ വലിയ ശത്രുവാണെങ്കിൽ പോലും അവൻ നിന്റെ മിത്രമായി മാറും. ഒരാൾ നമ്മോട് ഇങ്ങോട്ട് കളവ് പറഞ്ഞാൽ അത് കളവാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അങ്ങോട്ടും അവനോട് കളവ് പറയുകയല്ല വേണ്ടത്. ഒരാൾ നമ്മെ വഞ്ചിച്ചാൽ പകരമായി അവനെയും വഞ്ചിക്കുക എന്നതല്ല. ഒരാൾ നമ്മോട് മിണ്ടുന്നില്ല, വലിയ കൂട്ടുകാരായിരുന്നു, അവൻ മിണ്ടുന്നില്ല, അവൻ സലാം പറയുന്നില്ല, എന്നാൽ അവനോട് അങ്ങോട്ടും സലാം പറയാതെ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. മറിച്ചവനോട് മിണ്ടണം, സലാം പറയണം. ഇങ്ങോട്ട് വഞ്ചിച്ചവനെ അങ്ങോട്ട് വഞ്ചിക്കാതിരിക്കണം, അവനോട് സത്യസന്ധമായി പെരുമാറണം. ഇങ്ങോട്ട് കളവ് പറയുന്നവനോടാണെങ്കിലും അങ്ങോട്ട് ഏറ്റവും നല്ല നന്മയുടെ വർത്തമാനങ്ങളാകണം അങ്ങോട്ട് പറയേണ്ടത്. ഇങ്ങോട്ട് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല, അവരുടെ വീട്ടിൽ വല്ല പ്രോഗ്രാമുകളും പരിപാടികളും ഉണ്ടെങ്കിൽ നമ്മെ വിളിക്കുന്നില്ല എങ്കിൽ അവരെയും വിളിക്കാതിരിക്കുക എന്ന തിന്മ കൊണ്ടല്ല ആ തിന്മയെ തടയേണ്ടത്. പിന്നെന്തുകൊണ്ടാകണം? അവരെ വിളിക്കണം, അവരുമായി ബന്ധം പുലർത്തണം. ഇങ്ങനെ ഏതെല്ലാം മേഖലകളിൽ തിന്മകളുണ്ടോ ആ തിന്മകളെ പ്രതിരോധിക്കേണ്ടത് അതുപോലെയുള്ള തിന്മകൾ കൊണ്ടല്ല. പിന്നെന്തുകൊണ്ടാകണം? അള്ളാഹു പറയുന്നത് ഏറ്റവും വലിയ അഹ്സൻ, ഏറ്റവും വലിയ നന്മ കൊണ്ടാകണം. നിനക്ക് കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ കൊണ്ടാണ് നീ ആ തിന്മയെ തടയുന്നതെങ്കിൽ. ഏറ്റവും വലിയ ശത്രുക്കളാണെങ്കിലും നിന്റെയും അവന്റെയും ഇടയിലുള്ള ആ ശത്രുത മറയുകയും അത് ഇല്ലാതെയാവുകയും അവർ നിന്റെ ഏറ്റവും വലിയ ഉറ്റബന്ധുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യും, എത്ര വലിയ ശത്രുക്കളാണെങ്കിലും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലിയ ഒരു മഹത്തായ തത്വമാണ് ഈ ആയത്തിലുള്ളത്. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും തിന്മയെ തിന്മ കൊണ്ട്, ഇങ്ങോട്ട് വല്ല ഒരാൾ ഒന്നടിച്ചാൽ രണ്ടങ്ങോട്ട് തിരിച്ചടിക്കുന്ന, ഇങ്ങോട്ട് ഒരാൾ ഒരു ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് രണ്ടെണ്ണം പറയുന്ന, അല്ലെങ്കിൽ 3 പറയുന്ന, ഇങ്ങോട്ട് ഒരാൾ ചെറിയ രീതിയിൽ ആക്രമിച്ചാൽ അങ്ങോട്ട് അതിനേക്കാളും വലിയ അക്രമങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു മനുഷ്യ സമൂഹമായി നമ്മൾ മാറി. തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുകയാണ്. ഇങ്ങനെ തിന്മയെ നന്മ കൊണ്ടാണ് ഒരാൾ പ്രതിരോധിക്കേണ്ടത് എന്ന് അല്ലാഹു പറഞ്ഞിട്ട് പിന്നീട് പറയുന്നത് وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وما يلقاها, അത് ലഭിക്കുകയില്ല, അത് കണ്ടെത്തുകയില്ല. ഏത്? ഒരു തിന്മ ഒരാളിൽ ഉണ്ടാകുമ്പോൾ ആ തിന്മയെ നന്മ കൊണ്ട് പ്രതികരിക്കുക, നന്മ കൊണ്ട് അതിനെ എതിരിടുക, അതിനെ തടുക്കുക എന്ന ഈ മഹത്തായ ഈ ഒരു നല്ല ലക്ഷണം ഇതൊരിക്കലും ഉണ്ടാവുകയില്ല, അത് ലഭ്യമാവുകയില്ല, അല്ലെങ്കിൽ കണ്ടെത്തപ്പെടുകയില്ല.
ഇല്ലല്ലദീന സ്വബറൂ, ക്ഷമിച്ചവർക്ക് അല്ലാതെ, ക്ഷമ എന്ന മഹത്തായ വിശേഷണം ഉള്ളവർക്കല്ലാതെ, അവരിലല്ലാതെ ഈ മഹത്തായ ഗുണം, തിന്മയെ നന്മ കൊണ്ട് തടയുക എന്ന ഈ ഗുണവിശേഷണം ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ക്ഷമ കൈക്കൊണ്ടവർക്കല്ലാതെ ഇക്കാര്യം എത്തിപ്പെടുകയില്ല. പിന്നെ അത് ലഭിക്കുന്നതുമല്ല ഇല്ലാദു ഹല്ലിൻ അലീം, ഹല്ല് ഭാഗ്യം, അലീം മഹത്തായ, ഇല്ലാദു ഹല്ലിൻ അലീം ഏറ്റവും മഹത്തായ ഭാഗ്യമുള്ളവനല്ലാതെ അത് ലഭ്യമാവുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മയെ നന്മ കൊണ്ട് എതിരിടുക, തടുക്കുക എന്ന മഹത്തായ ലക്ഷണം ഉണ്ടാവുക ആർക്ക് മാത്രമാണ്? ആരിലേ അതുണ്ടാവുകയുള്ളൂ? ക്ഷമ കൈകൊണ്ടവർക്കല്ലാതെ ഇത് എത്തിപ്പെടുകയില്ല, ഇത് ലഭ്യമാവുകയില്ല. ഏറ്റവും മഹത്തായ വമ്പിച്ച ഭാഗ്യമുള്ളവനല്ലാതെ ഇതിൽ എത്തിപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പം ക്ഷമയും വേണം, മഹത്തായ ഭാഗ്യവും ഉണ്ടാകണം. ഏതൊരു തിന്മകൾ ആരിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിലും അതിനെ നന്മ കൊണ്ട് തടയണമെങ്കിൽ നല്ല ക്ഷമയുണ്ടാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടുന്നവരാണ്. നമ്മുടെ കുടുംബത്തിലും അയൽപക്കത്തും സുഹൃത്ത് വലയങ്ങളിലും സംഘടനാ തലങ്ങളിലും ഒക്കെ വിവിധങ്ങളായ രീതിയിൽ ബന്ധപ്പെടുന്നവരാണ്. അവിടെയൊക്കെ നാം തിന്മ ഒരാളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിനേക്കാളും വലിയ തിന്മ കൊണ്ട് എതിരിടാൻ ശ്രമിക്കുന്നവരാണ്. അതൊരിക്കലും വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. ഇങ്ങോട്ട് എന്ത് തന്നെ അക്രമങ്ങളും എന്ത് തന്നെ പരിഹാസങ്ങളും എന്ത് തന്നെ ഉണ്ടായാലും അങ്ങോട്ട് അതിനെ ഏറ്റവും നല്ല നന്മ കൊണ്ട് അതിനെ തടുക്കുക എന്നതാണ് വിശ്വാസികളുടെ അടയാളം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാവുന്നതാണ്. ലൈസൽ വാസിലു ബിൽ മുകാഫി, ലൈസൽ വാസിലു ബിൽ മുകാഫി, ഇങ്ങോട്ട് ചെയ്തതുപോലെ അങ്ങോട്ടും സമത്തിനു സമമായി പ്രവർത്തിക്കുന്നവനല്ല ബന്ധം പാലിക്കുന്നവൻ. ഇങ്ങോട്ട് എങ്ങനെ ചെയ്തോ അതേപോലെ നാണയത്തിന് അതേപോലെ തന്നെ പകരത്തിന് പകരം കൊടുക്കുന്നവൻ അവൻ ബന്ധം പാലിക്കുന്നവനല്ല. പക്ഷേ തന്നോട് ബന്ധം മുറിക്കപ്പെട്ടാൽ അങ്ങോട്ട് ആ ബന്ധം പാലിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബന്ധം തുടരുന്നവൻ, ആ ബന്ധം ഉൾക്കൊള്ളുന്നവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് എത്ര ബന്ധം അതിനെ മുറിച്ചു കളയാൻ ശ്രമിച്ചാലും അങ്ങോട്ട് നമ്മൾ മുറിച്ചു കളയുകയല്ല വേണ്ടത്, മറിച്ച് ആ ബന്ധത്തിനെ ദൃഢമാക്കുവാനും അതിനെ വിളക്കി ചേർക്കുവാനും ഏറ്റവും നന്മ കൊണ്ട് അതിനെ പ്രതിരോധിക്കുവാനും കഴിയണം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിച്ചിട്ടുള്ള വിശ്വാസികൾക്കുണ്ടാകേണ്ട ഈ മഹത്തായ ഭാഗ്യം നേടുന്നതിന് എന്താണ് നമുക്ക് തടസ്സം? അവിടെ നമുക്ക് തടസ്സമായി തീരുന്നത് മനുഷ്യരാകുന്ന നമ്മുടെ കോപമാണ്. വലിയ ദേഷ്യക്കാരാണ് നമ്മൾ. ഇന്നൽ ഒളബ മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്നുള്ളതാണ് ദേഷ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്നാൽ വുളൂഅ് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ പറഞ്ഞു. ഒരിക്കലും ദേഷ്യം വിശ്വാസികളിൽ നിന്ന് ഉണ്ടാകാനേ പാടില്ല. അപ്പോൾ പകരത്തിന് പകരമായി തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കാനുള്ള ഒരു കാരണം മനുഷ്യന്റെ ദേഷ്യമാണ്. മറ്റൊന്ന് പ്രതികാരം ചെയ്യാനുള്ള അവന്റെ ആ വല്ലാത്ത ഒരു ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലൊക്കെ അവൻ എന്നോട് ഇങ്ങോട്ട് ചെയ്തില്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ചെയ്യണമെന്ന ആ പ്രതികാരത്തിന്റെ ആ ഒരു മനസ്സാണ്. മറ്റൊന്ന് മനുഷ്യ പിശാചുക്കളാകുന്ന ആളുകൾ ഇങ്ങനെ പറയടാ, അവൻ എന്നോട് അത് ചെയ്തില്ലേ, അവൻ അങ്ങനെ ചെയ്തില്ലേ, ഈ വിടാൻ പാടില്ലടാ, അതുകൊണ്ട് ഈ അങ്ങോട്ടും പകരം ചെയ്യണമെന്ന് പറയുന്ന ചില മനുഷ്യ പിശാചുക്കളാകുന്ന കൂട്ടുകാരുടെ ഉത്ബോധനങ്ങൾ നമ്മെ അതിന് പ്രോത്സാഹിപ്പിക്കുന്നു. അതല്ലെങ്കിൽ ജിന്നുകളിൽ യഥാർത്ഥ ഇബ്ലീസിലെ പിശാച്, ആ പിശാചിന്റെ പ്രോത്സാഹനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് നാം ഈ തിന്മയെ തിന്മ കൊണ്ട് തന്നെ നേരിടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജിന്നു പിശാചുക്കളുടെ ദുർപ്രേരണകളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യക്ഷത്തിൽ നമുക്കൊരു മാർഗവും ഇല്ല. എവിടെയാ പിശാച് വരെ എന്തൊക്കെയാ ദുർബോധനം ഉണ്ടാവുക അതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അതിനുള്ള കൃത്യമായ ഒരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. وإما ينزغنك
നിന്നെ വല്ലപ്പോഴും ഇളക്കി വിടുന്ന പക്ഷം, നിന്റെ മനസ്സുകളിൽ ചീത്തയായിരിക്കുന്ന ദുർപ്രേരണകൾ ഉണ്ടാക്കുമ്പോ, അവനത് ചെയ്തില്ല അതുകൊണ്ട് ചെയ്യടാ, അവൻ എന്നെ ചീത്ത പറഞ്ഞില്ല അതുകൊണ്ട് അതിനേക്കാളും ശക്തമായ ചീത്ത പറയടാ, ഇങ്ങനെ മനസ്സുകളിൽ, വിശ്വാസികളുടെ മനസ്സുകളിൽ ചീത്തയായ പ്രേരണ, വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കുന്ന പക്ഷം, ഇളക്കി വിടുന്ന പക്ഷം, ആരിൽ നിന്നാണ് ദുഷ്പ്രേരണയുണ്ടാകുന്നത്? മിനശ്ശൈത്വാനി, പിശാചിൽ നിന്ന്. നസ്ഉൻ, വല്ല ദുഷ്പ്രേരണയും ഇളക്കി വിടലുകളും ഉണ്ടായാൽ ഉടനെ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നത്? അത് വല്ലാത്ത ചീത്തയായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ, വേണ്ടാത്ത ദുർവിചാരങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഒറ്റമൂലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിശാചിൽ നിന്നാണ് ദേഷ്യമുണ്ടാകുന്നത്, ദുഷ്പ്രേരണകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം ചിന്തകൾ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഒറ്റമൂലി, ഫസ്തഇദ് ബില്ലാഹ്, ഫസ്തഇദ് ബില്ലാഹ്, അപ്പോൾ നീ കാവൽ തേടുക, ബില്ലാഹ്, അല്ലാഹുവിനോട് നീ കാവൽ തേടുക. അഊദു ബില്ലാഹിസ് സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. ഈ അഊദു ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവിനോട്, ആ ശപിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഇങ്ങനെ അള്ളാഹുവിനോട് നീ ശരണം തേടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നഹു ഹുവ, തീർച്ചയായും അവൻ തന്നെയാണ്, അസ്സമീഉ, എല്ലാം കേൾക്കുന്നവനും, അൽ അലീം, എല്ലാം അറിയുന്നവനും. എല്ലാം അറിയുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനോട് നീ അഭയം തേടുക. അല്ലാഹു തആല ഇവിടെ പറയുന്നത് നന്മയെ, തിന്മയെ നന്മ കൊണ്ടാണ്, അതും ഏറ്റവും നല്ല നന്മ കൊണ്ടാകണം. വെറും നന്മ എന്നല്ല അല്ലാഹു പറഞ്ഞു, അഹ്സൻ, ഏറ്റവും നല്ല നിലക്ക് എങ്ങനെ ആ തിന്മയെ പ്രതിരോധിക്കാൻ കഴിയുമോ, ആ തിന്മയെ എതിർക്കാൻ കഴിയുമോ, അതിനെ തടുക്കാൻ കഴിയുമോ, ആ നന്മയെ കൊണ്ടാണ് നീ തടുക്കേണ്ടത്. പക്ഷെ അതിൽ നിന്ന് മനുഷ്യർക്ക് അത് കഴിയാത്തത്, ക്ഷമയുള്ളവർക്കും ഭാഗ്യശാലികൾക്കും മാത്രമേ അതിന് കഴിയൂ. എന്നാൽ അധിക മനുഷ്യർക്കും അതിന് കഴിയാത്തത് പിശാചിന്റെ ദുർപ്രേരണ കാരണത്താലാണെന്നു. എന്നാൽ ആ പിശാചിന്റെ ദുർപ്രേരണകളിൽ നിന്ന്, ചീത്തയായ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ഫസ്തഇദ് ബില്ലാഹ്, പിശാചിൽ നിന്ന് എപ്പോഴെങ്കിലും ചീത്തയായ പ്രേരണകൾ നിനക്ക് ഉണ്ടാകുമ്പോ, അവൻ നിന്റെ മനസ്സിനെ ഇളക്കി വിടുമ്പോ നീ അള്ളാഹുവിനോട് അഭയം തേടുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാനസികമായ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകും, പ്രതികാരദാഹം ഉണ്ടാകും. അവനെ ശരിയാക്കണം, അവനെ തകർക്കണം, അവനെ പരാജയപ്പെടുത്തണം, കാരണം അവൻ എന്നോട് അതൊക്കെ ചെയ്തവനാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുമ്പോ തീർച്ചയായും ധാരാളമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഫസ്തഇദ് ബില്ലാഹ്, റഹ്മാനായ റബ്ബിനോട്, പിശാചിൽ നിന്ന് അഭയം തേടുക, അള്ളാഹുവിനോട് ശരണം തേടുക. അത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ സർവ്വലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്നവരായി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.